ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാമത്തെ അധ്യായം, അതിൽ 24-ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം. അതുവരെയുള്ള ശ്ലോകങ്ങൾ നമുക്കൊന്ന് ചൊല്ലിക്കേൾക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതേ ചതുർത്ഥസ്കന്ധേ അഥാഷ്ടാവിംശോऽധ്യായः. നാരദ ഉവാച. സൈനികാ ഭയനാംനോ യേ ബർഹിഷ്മന്ദിഷ്ടകാരിണഃ പ്രജ്വാരകാലകന്യാഭ്യാം വിചേരുരവ അവനീമിമാം. സ ഏകദാ ദുരഭസ പുരഞ്ജനപുരീം നൃപ രുരുധുർഭൗമഭോഗാഢ്യാം ജരൽപന്നഗപാലിതാം. കാലകന്യാഭിബുഭുജേ പുരഞ്ജനപുരം ബലാത് യയാഭിഭൂതപുരുഷഃ സദ്യോ നിസ്സാരതാമിയാത്. തയോപഭുജ്യമാനാം വൈ യവനാഃ സർവതോ ദിശം ദ്വാർഭിപ്രവിശ്യ സുദൃഢം പ്രാർത്ഥയൻ സകലാം പുരീം. തസ്യാം പ്രപീഡ്യമാനായാം അഭിമാനീ പുരഞ്ജനഃ അവാപോർവിധാം സ്ഥാവാൻ കുടുംബീ മമതാകുലഃ. കന്യോപഗൂഢോ നഷ്ടശ്രീ കൃപണോ വിഷയാത്മകഃ നഷ്ടപ്രജ്ഞോ ഹൃദൈശ്വര്യോ ഗന്ധർവയവനൈർബലാത്. വിശീർണാം സ്വപുരീം വീക്ഷ്യ പ്രതികൂലാനനാദൃതാൻ പുത്രാൻ പൗത്രാനുഗാമാത്യാൻ ജായാം ജഗ്ഗതസൗഹൃദാം. ആത്മാനം കന്യാഗ്രസ്തം പഞ്ചാലാനരിദൂഷിതാൻ ദുരന്തചിന്താമാപന്നോ ന ലേഭേ തൽപ്രതിക്രിയാം. കാമാനഭിലഷണ്ടീനോ യാതയാമാംശ്ച കന്യയാ വിഗതാത്മഗതിസ്നേഹഃ പുത്രധാരാംശ്ച ലാളയൻ. ഗന്ധർവയവനാക്രാന്താം കാലകന്യോപമർദിതാം ഹാതും പ്രചക്രമേ രാജാ താം പുരീമനികാമതഃ. ഭയനാംനോഗ്രജോ ഭ്രാത പ്രജ്വാരപ്രത്യുപസ്ഥിതഃ ദദാഹ താം പുരീം കൃത്സ്നാം ഭ്രാതുപ്രിയചികീർഷയാ. തസ്യാം സന്ദഹ്യമാനായാം സപൗരസപരിച്ഛദഃ കൗടുംബികകുടുംബിന്യാ ഉപാതപ്യത സാന്വയഃ. യവനോപരുദ്ധായതനോ ഗ്രസ്തായാം കാലകന്യയാ പുര്യാം പ്രജ്വാരസംസൃഷ്ടഃ പുരപാലോന്വതപ്യത. ന ശേകേശോ ഇദം തത്ര പുരകൃച്ഛോരുസ്വേപഥു ഗന്ധുമൈച്ഛത്തതോ വൃക്ഷകോടരാദീവ സാനലാത്. ശിഥിലാവയവോ യർഹി ഗന്ധർവൈർകൃതപൗരുഷഃ യവനൈരരിഭീരാജൻ ഉപരുദ്ധോരുരോധഃ. ദുഹിതൃഃ പുത്രപൗത്രാംശ്ച ജാമിജാമാതൃപാർഷദാൻ സ്വത്വാവശിഷ്ടം യത്കിഞ്ചിൽ ഗൃഹകോശപരിച്ഛദം. അഹം മമേതി സ്വീകൃത്യ ഗൃഹേഷു കുമതിർഗൃഹീ ദധ്യൗ പ്രമദയാദീനോ വിപ്രയോഗ ഉപസ്ഥിതേ. ലോകാന്തരം ഗതവതി മയ്യനാഥാ കുടുംബിനി വർത്തിഷ്യതേ കഥം ത്വേഷാ ബാലകാനനുശോചതി. ന മയ്യനാശിതേ ഭുങ്ക്തേ നാസ്നാദേ സ്നാദിമൽപരാ മയി രുഷ്ടേ സുസംദ്രസ്താ ഭസ്സിതേ യത വാഗ്ഭയാത്. പ്രബോധയതി മാ വിജ്ഞം വ്യുഷിതേ ശോകകർഷിതാ വത്മൈതദ്ഗൃഹമേധീയം വീരസൂരപി നേഷ്യതി. കഥം नु दारकादीना दारगीर्वापरायणाः वर्तिष्यन्ते मयि गते भिन्ननाव इवोदथौ. एवं कृपणया बुद्ध्या शोचन्दमतदर्हणं गृहीतुं कृतधीरेण भयनामाभ्यपद्यत. पशुवद्यवनैरेष नीयमानस्वयं क्षयं अन्वद्रवन्ननुपथा शोचन्दो ഭൃശമാതുരാഃ. പുരീം വിഹായോപഗത ഉപരുദ്ധോ ഭുജംഗമഃ യദാ തമേവാനുപുരീ വിശീർണാ പ്രകൃതിം ഗതാ. അടുത്ത 25-ാമത്തെ ശ്ലോകമാണ് എടുക്കാനുള്ളത്. വിഗൃഹ്യമാണഃ പ്രസഭം യവനേന ബലീയസാ നാവിന്ദത്തമസാവിഷ്ടഃ സഖായം സുഹൃദം പുരഃ. വിഗൃഹ്യമാണ പ്രസഭം
യവനേന ബലീയസാ നാവിന്ദത്തമസാവിഷ്ടഃ സഖായം സുഹൃദം പുരഃ. അപ്പോൾ ബലീയസ അതിശക്തനായിരിക്കുന്ന ആ യവനനാൽ ആ ബലാത്കാരമായിട്ട് പിടിച്ചിഴക്കപ്പെടവേ ആ അജ്ഞാനത്താൽ ബാധിക്കപ്പെടുകയാൽ മുമ്പിലുള്ള ആ സഖാവായിരിക്കുന്ന സുഹൃത്തിനെ അറിഞ്ഞില്ല. വികൃഷ്യമാണഹ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിച്ച് വലിച്ചിഴക്കപ്പെടവേ. അപ്പോൾ ജീവനെ ആ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നർത്ഥം പിടിച്ച് വലിച്ചിഴക്കവേ. വികൃഷ്യമാണഹ പ്രസഭം. ബലാത്കാരമായിട്ട് വലിച്ചിഴക്കപ്പെടുന്ന സമയത്ത് യവനേന ആ ഭയം എന്നുള്ള യവനാൽ വലിച്ചിഴക്കപ്പെടുന്ന ബലാത്കാരമായി അതിശക്തമായിട്ട് വലിച്ചിഴക്കപ്പെടുമ്പോൾ നാവിന്ദ തമസാവിഷ്ട അജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ ബാധിക്കാൻ അനാവിന്ദ തമസാവിഷ്ട അജ്ഞാനം ബാധിക്കപ്പെടുകയാൽ പുരഹ ആ മുമ്പിലുള്ള തൻ്റെ മുമ്പിലുള്ള സഖാവായിരിക്കണ സഖായം പുരഹ സഖായം സുഹൃദം പുരഹ മുമ്പിലുള്ള സുഹൃത്തിനെ ന അവിന്ദത് അറിഞ്ഞില്ല. അപ്പം അങ്ങനെ ആ പുരഞ്ജനൻ്റെ ആ ശരീരത്തിൽ നിന്നും ആ ജീവൻ പോകുന്ന സമയത്ത് ആ ബലമായിട്ട് ആ പ്രാണങ്ങളെല്ലാം അങ്ങനെ വലിച്ച് ആ ജീവനെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആ യവനന്മാർ ബലാത്കാരമായിട്ട് വലിച്ച് പിടിച്ച് ഇഴക്കപ്പെടുമ്പോൾ അജ്ഞാനം കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനം ബാധിക്കയാൽ മുമ്പിലുള്ള തൻ്റെ സഖാവായിരിക്കുന്ന സുഹൃത്തിനെ നാവിന്ദൽ അറിഞ്ഞില്ല എന്നുള്ളതാണ്. വികൃഷ്യമാണ പ്രസഭം യവനേന ബലീയസ നാവിന്ദൽ അറിഞ്ഞില്ല അസാവിഷ്ട അജ്ഞാനം ബാധിക്കയാൽ അസാവിഷ്ട എന്ന് പറഞ്ഞാൽ സഖായം സുഹൃതം സഖാവായിരിക്കുന്ന സുഹൃത്തിനെ അറിഞ്ഞില്ല. പുരത്തിലുള്ള പുരഹ മുമ്പിലുള്ള. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. ബലീയസ അതിശക്തനായിരിക്കുന്ന യവനേന യവനനാൽ പ്രസഭം ബലാത്കാരമായിട്ട് വികൃഷ്യമാണഹ പിടിച്ചിഴക്കപ്പെടവേ തമസ അജ്ഞാനത്താൽ ആവിഷ്ട ബാധിക്കപ്പെടുകയാൽ പുരഹ മുമ്പിലുള്ള സഖായം സഖാവായിരിക്കുന്ന സുഹൃതം സുഹൃത്തിനെ ന അവിന്ദൽ അറിഞ്ഞില്ല. ബലീയസ അതിശക്തനായിരിക്കുന്ന യവനേന യവനനാൽ പ്രസഭം ബലാത്കാരമായിട്ട് വികൃഷ്യമാണഹ പിടിച്ചിഴക്കപ്പെട്ടവേ തമസ അജ്ഞാനത്താൽ ആവിഷ്ട ബാധിക്കപ്പെടുകയാൽ പുരഹ മുമ്പിലുള്ള സഖായം സഖാവായിരിക്കുന്ന സുഹൃതം സുഹൃത്തിനെ ന അവിന്ദൽ അറിഞ്ഞില്ല. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ബലീയസാ യവനേന പ്രസഭം വികൃഷ്യമാണ തമസ ആവിഷ്ട പുരഹ സഖായം സഖായം സുഹൃതം ന അവിന്ദൽ. ഒന്നുകൂടി പറയാം. ബലീയസാ യവനേന പ്രസഭം വികൃഷ്യമാണ തമസ ആവിഷ്ട പുരഹ സഖായം സുഹൃദം ന അവിന്ദത. അതിശക്തനായിരിക്കുന്ന ആ യവനാൽ ബലാത്കാരമായിട്ട് പിടിച്ചിഴക്കപ്പെടവേ അജ്ഞാനത്താൽ ആ ബാധിക്കപ്പെടുകയാൽ ആ മുമ്പിലുള്ള ആ സഖാവായിരിക്കുന്ന സുഹൃത്തിനെ ന അവിന്ദത അറിഞ്ഞില്ല. ബലവാനായിരിക്കുന്ന യവനാൽ ആ ബലാത്കാരേണ വലിച്ചിഴക്കപ്പെടുമ്പോൾ അജ്ഞാനം ഹേതുവായിട്ട് തൻ്റെ സഹായത്തിന് ഒരു സുഹൃത്തുണ്ടെന്ന കാര്യം വിസ്മരിക്കപ്പെട്ടു. ഈ സുഹൃത്ത് ഈശ്വരനാണ്. അതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ജീവൻ ആ ഈ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന സമയത്ത് നമ്മളുടെ സുഹൃത്തായിട്ട് നമ്മളുടെ കൂടെ ഇരിക്കുന്നത് ഈശ്വരനാണ്. അന്ത്യകാലത്ത് ആ ഈശ്വര സ്മരണയുണ്ടായില്ല എന്നതാണ് ഇതിൽ നിന്നും നമുക്ക് ഗ്രഹിക്കേണ്ടത്. ആ പുരഞ്ജനനുണ്ടായില്ല, സ്മരണയുണ്ടായില്ല. അതിനാൽ പരലോകത്തും സദ്ഗതി തടയപ്പെട്ടു എന്നർത്ഥം. ഈ സഖാവിൻ്റെ നാമധേയമോ ചേഷ്ടകളോ അജ്ഞാതങ്ങളായിരുന്നു എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്.
അതാണ് അജ്ഞാത നാമാന്ന് പേരുള്ള ഒരു സഖാവ് ഉണ്ടായിരുന്നു എന്നുള്ളത് ആദ്യം ആദ്യത്തെ ശ്ലോകങ്ങളിൽ പറഞ്ഞതായിട്ട് ഓർക്കണം. 25-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകത്തിൽ. ഇനി ഒടുവിൽ അത് ആരെന്ന് തെളിഞ്ഞ് കാണാം എന്നുള്ളതാണ് ഈ ശ്ലോകം കൊണ്ട് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രബലനായിരിക്കുന്ന ആ പ്രബല യവനന്മാരാൽ വലിച്ചിഴക്കപ്പെടപ്പെട്ടവനും അതുപോലെ തമോവ്യാപ്തനും ആയിരിക്കുന്ന അയാൾ തൻ്റെ ആ പൂർവ്വ സുഹൃത്തായിരിക്കുന്ന, പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു പേരും ഇതൊന്നും വിവരങ്ങളും ഒന്നുമില്ലാത്തൊരു അജ്ഞാതനാമ എന്ന് പറഞ്ഞൊരു സഖാവ് തൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് പുരഞ്ജരൻ്റെ. അയാളെ പറ്റിയിട്ട് ഓർത്തില്ല. അയാൾ തൻ്റെ പൂർവ്വ സുഹൃത്തായിട്ടുള്ള സഖാവിനെ തീരെ ഓർത്തില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അതിബലിഷ്ഠൻ നിർഗമനാനന്തരം ആ സ്ഥൂല ശരീരം മഹാഭൂതങ്ങളിൽ ലയിച്ചു എന്ന് പറഞ്ഞു. പഞ്ചഭൂതങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ആ ശരീരം ജീർണിക്കുകയോ ദഹിക്കപ്പെടുകയോ ചെയ്യുന്ന സമയത്ത് ആ ഭൂമിയാദി ഭൂതാംശങ്ങൾ അതാത് മഹാഭൂതങ്ങളിൽ ചേരുന്നത് സ്വാഭാവികം ആണെന്നും വിവരിച്ചു. അതിനുശേഷം പറയുകയാണ്, അതിബലിഷ്ഠനായിരിക്കുന്ന ആ യവനൻ്റെ പിടുത്തത്തിൽ അകപ്പെട്ടതിനാൽ മോഹാലസ്യത്തെ പ്രാപിച്ചിരിക്കുന്ന ആ പുരഞ്ജനൻ അവനെ എല്ലായ്പ്പോഴും സ്നേഹിച്ചും വിട്ടുപിരിയാതെയും ഇരിക്കുന്ന പണ്ടേയുള്ള സഖാവ് ഇപ്പോഴും ഒരുമിച്ചുണ്ടെന്നൊരിക്കലും ആ മോഹം നിമിത്തം ആ ബന്ധുവിനെ പറ്റി ഓർത്തതേയില്ല. അജ്ഞാനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജീവന് മരണസമയത്ത് ഭഗവാനെ സ്മരിപ്പാൻ സാധിക്കുന്നില്ല. ഭാഗ്യവശാൽ അപ്പോൾ സ്മരിച്ചിരുന്നാൽ അതോടുകൂടി ആ സംസാരക്ലേശം നിശേഷം നശിപ്പിച്ച ജീവന് സായുജ്യത്തെ ഭഗവാൻ നൽകുമായിരുന്ന തന്നെ ആ വിട്ടുപിരിയാതെ ഇരിക്കുന്ന ആ ഈശ്വരനെ മറക്കുന്നതും തന്നെ ജീവൻ്റെ ബന്ധകാരണം എന്ന് ബോധിപ്പിച്ചു. ജീവൻ്റെ ബന്ധകാരണം കൊണ്ടാണ് ആ മരണസമയത്ത് ആ വേണ്ട ആ അജ്ഞാത സഖാവിനെ, നമ്മുടെ കൂടെ നടക്കുന്ന ആ പൂർവ്വ സുഹൃത്തിനെ, ആ ഈശ്വരനെ, നമ്മൾക്ക് ആ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുന്ന ബന്ധുവായിരിക്കുന്ന ആ ഇഷ്ടബന്ധുവായിരിക്കുന്ന ഈശ്വരനെ ഓർക്കാൻ പറ്റാത്തതിന് കാരണം ഈ ബന്ധങ്ങളാണ്, ഈ വിഷയങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ആ പുരഞ്ജനന് ആ അജ്ഞാത സഖാവിനെ ഓർമ്മ വന്നില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം. സ പുരഞ്ജനോ ബലീയസായവനേന, ആ പുരഞ്ജനൻ ബലാത്കാരമായിട്ട് യവനന്മാരാൽ വികൃഷ്യമാണാം, വലിച്ചിഴക്കപ്പെട്ടു. ആ സമയത്ത് അജ്ഞാനാവിഷ്ട, അജ്ഞാനം തമസ്സ ആവിഷ്ടമായിട്ട് സൻ പൂർവസഖം, ആ മുമ്പത്തെ ആ സഖാവിനെ സസ്മാര, അദ്ദേഹം സ്മരിച്ചില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി പറയാം. പുരഞ്ജനോ ബലീയസ, പുരഞ്ജനൻ വളരെ ബലാത്കാരമായിട്ട്, സ പുരഞ്ജനോ ബലീയസ, ആ പുരഞ്ജനൻ ബലാത്കാരമായിട്ട് യവനേന വികൃഷ്യമാണോ, വലിച്ചിഴക്കപ്പെട്ടിട്ട് അജ്ഞാനാവിഷ്ട, തമസ്സുകൊണ്ട് ആവിഷ്ടമായി കഴിഞ്ഞതിനാൽ സൻ പൂർവസഖം, ആ മുമ്പുണ്ടായിരുന്ന പൂർവസഖാവിനെ സസ്മാര എന്നുള്ളതാണ് വ്യാഖ്യാനത്തിൽ. അപ്പോൾ ഒന്നുകൂടി വ്യാഖ്യാനം പറയാം. സ പുരഞ്ജനോ ബലീയസ യവനേന വികൃഷ്യമാണോ അജ്ഞാനാവിഷ്ട സൻ പൂർവസഖം സസ്മാര എന്നുള്ളതാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 26-ാമത്തെ ശ്ലോകം. തം യജ്ഞപശവോനേന സജ്ഞപ്താ ഏ ദയാലുന കുഠാരൈശ്ചിച്ഛിദു ക്രുദ്ധാഃ സ്മരന്തോമീവമസ്യ തത്. ഒന്നുകൂടി പറയാം. തം യജ്ഞപശവോനേന സംജ്ഞപ്താ യേ ദയാലുന
കുഠാരൈ ചിച്ഛിദു ക്രുദ്ധാഹ സ്മരന്തോമീവമസ്യ തത്. അപ്പോൾ ഏതെല്ലാം ആ യജ്ഞപശുക്കൾ നിർദ്ദയനായിരിക്കുന്ന ഇവനാൽ കൊല്ലപ്പെട്ടിരുന്നുവോ അവയെല്ലാം ഇവൻ്റെ ആ ക്രൂരത ഓർമ്മിച്ചുകൊണ്ട് ക്രോധത്തോടെ ആ കുഠാരങ്ങളാൽ കുത്തിക്കീറി അവനെ കുത്തിക്കീറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തം യജ്ഞപശവോ, അങ്ങനെയുള്ള ആ പുരഞ്ജരനെ, യജ്ഞപശവോ ആ യജ്ഞപശുക്കൾ, അനേന അനവധി ആ യജ്ഞപശുക്കൾ, സംജ്ഞപ്തായേ ദയാലുന ഇവനാൽ, ഈ പുരഞ്ജനാൽ കൊല്ലപ്പെട്ടുവോ, ആ യജ്ഞപശുക്കളൊക്കെ എത്ര എണ്ണം കൊല്ലപ്പെട്ടുവോ അവയെല്ലാം ഇവൻ്റെ ആ ക്രൂരത സ്മരിച്ചുകൊണ്ട് ഓർമ്മിച്ചുകൊണ്ട് അവനെ ക്രോധത്തോടു കൂടിയിട്ട് ആ കുഠാരങ്ങളാൽ, തങ്ങളുടെ ആ കൊമ്പുകളാൽ കുത്തിക്കീറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെല്ലാം യജ്ഞപശവ യജ്ഞപശുക്കൾ അതയാലുന നിർദ്ദയനായിരിക്കുന്ന അനേന ഇവനാൽ സംജ്ഞപ്താഹ കൊല്ലപ്പെട്ടിരുന്നുവോ തേ അസ്യ അവയെല്ലാം ഇവൻ്റെ തത് അമീവം ആ ക്രൂരത സ്മരത ഓർമ്മിച്ചുകൊണ്ട് തം അവനെ ക്രുദ്ധാഹ ക്രോധത്തോടെ കുഠാരൈഹി കുഠാരങ്ങളാൽ ചിച്ഛിദു കുത്തിക്കീറി. ഒന്നും കൂടി പറയാം. ഏതെല്ലാം യജ്ഞപശവ യജ്ഞപശുക്കൾ അതയാലുന നിർദ്ദയനായ അനേന ഇവനാൽ സംജ്ഞപ്താഹ കൊല്ലപ്പെട്ടിരുന്നുവോ തേ അസ്യ അവയെല്ലാം ഇവൻ്റെ തത് അമീവം ആ ക്രൂരത സ്മരന്തഃ ഓർമ്മിച്ചുകൊണ്ട് തം അവനെ ക്രുദ്ധാ ക്രോധത്തോടെ കുഠാരൈഹി കുഠാരങ്ങളാൽ ചിച്ഛിദു കുത്തിക്കീറി. അപ്പോൾ ഇതിലത്തെ ആ അന്വയം വന്നിട്ട് യജ്ഞപശവ ആ ഏതെല്ലാം യജ്ഞപശുക്കളുണ്ടോ ആ യജ്ഞം ചെയ്തിട്ട് ആ കാമങ്ങളെ സാധിക്കാൻ വേണ്ടി ഏതെല്ലാം യജ്ഞങ്ങൾ ചെയ്തുവോ അതിലൊക്കെ ഉണ്ടായിരുന്ന അതിലൊക്കെ ഹിംസിച്ചിരുന്ന യജ്ഞപശുക്കൾ അതയാലുന നിർദ്ദയമായിട്ട് അവർക്ക് യാതൊരു ദയവും കൂടാതെ കണ്ട് ഇവനാൽ സംജ്ഞപ്താഹ കൊല്ലപ്പെട്ടിരുന്നുവോ തേ അസ്യ അവയെല്ലാം ഇവൻ്റെ ആ തത് അമീവം ആ ക്രൂരത സ്മരിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് അവൻ ഈ ഇദ്ദേഹത്തിൻ്റെ ക്രൂരതയെ ഓർമ്മിച്ചുകൊണ്ട് അവനെ ക്രോധത്തോടു കൂടിയിട്ട് കുത്തി കീറി എന്നാണ് പറയുന്നത്. അപ്പോൾ യജ്ഞപശവ അതയാലുന അനേന സംജ്ഞപ്താഹ തേ അസ്യ തത് അമീവം സ്മരതഃ തം ക്രുദ്ധാഹ കുഠാരൈഹി ചിച്ഛിദു. അപ്പോൾ യജ്ഞപശവ അതയാലുന അനേന സംജ്ഞപ്താഹ തേ അസ്യ തൽ അമീവം സ്മരന്തഃ തം ക്രുദ്ധാഹ കുഠാരൈഹി ചിച്ഛിദു. എന്നുകൂടി പറയാം. യജ്ഞപശവ അതയാലുന അനേന സംജ്ഞപ്താഹ തേ അസ്യ തത് അമീവം സ്മരന്തഃ തം ക്രുദ്ധാഹ കുഠാരൈഹി ചിച്ഛിദു. ഏതെല്ലാം ആ യജ്ഞപശുക്കൾ ആ നിർദ്ദയനായ ഇവനാൽ കൊല്ലപ്പെട്ടിരുന്നുവോ അവയെല്ലാം ഇവൻ്റെ ആ ക്രൂരത ഓർമ്മിച്ചുകൊണ്ട് അവനെ ക്രോധത്തോടെ കുത്തിക്കീറി. അവനാൽ നിർദ്ദയം ഹിംസിക്കപ്പെട്ട യജ്ഞപശുക്കൾ പ്രതികാരേച്ഛയോട് കൂടിയിട്ട് പുരഞ്ജരനെ കുഠാരസദൃശങ്ങളായിരിക്കുന്ന കൊമ്പുകൾ കൊണ്ടും മറ്റും ക്രോധത്തോടെ കുത്തിക്കീറി എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രാചീന ബർഹിസിന് ആ പുരഞ്ജരൻ്റെ കഥ പറഞ്ഞിട്ട് അത് ഇങ്ങനെയാണ് ഉണ്ടായതെന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നിർദ്ദയനായിരിക്കുന്ന ഇവൻ യജ്ഞത്തിൽ കൊന്ന ആ മൃഗങ്ങൾ അവൻ്റെ ക്രൂരകർമ്മം സ്മരിച്ചുകൊണ്ട് അതിമൂർച്ചയുള്ള കൊമ്പുകൾ കൊണ്ട് അവനെ കുത്തിപ്പൊളിച്ചു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അജ്ഞാനത്തിൽ അകപ്പെട്ടിരിക്കുന്ന ജീവന് മരണസമയത്ത് ഭഗവാനെ സ്മരിപ്പാൻ സാധിക്കുന്നില്ല. ഭാഗ്യവശാൽ അപ്പോൾ സ്മരിച്ചിരുന്നാൽ അതോടുകൂടെ സംസാരക്ലേശം നിശേഷം നശിപ്പിച്ച്
ജീവന് സായുജ്യത്തെ ഭഗവാൻ നൽകുമായിരുന്ന തന്നെ വിട്ടുപിരിയാതെ ഇരിക്കുന്ന ആ ഈശ്വരനെ മറക്കുന്നതും തന്നെ ജീവൻ്റെ ബന്ധകാരണം എന്ന് ബോധിപ്പിച്ചു. അങ്ങനെ കാരുണ്യമില്ലാതെ ആ അവിഹിത കാമ്യകർമ്മങ്ങളിൽ അവനാൽ ഹനിക്കപ്പെട്ട യാഗപശുക്കൾ, അങ്ങനെ കാമ്യകർമ്മങ്ങൾ ചെയ്തിട്ട് അതിൽ ഹനിക്കപ്പെട്ട യാഗപശുക്കൾ അവൻ ചെയ്ത ആഘോര കർമ്മങ്ങൾ ഓർത്തിട്ട് കോപിച്ചവയായിട്ട് ആ മാർഗത്തിൽ അവയുടെ മൂർച്ചയുള്ള ആ നഖദന്ത വിഷാണ ആയുധങ്ങൾ കൊണ്ട് മാന്തിയും കടിച്ചും കുത്തിയും ഒക്കെ മുറിവേൽപ്പിച്ചു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിലെ ഹേ ബർഹിഷ്മൻ, അതായത് സൻപൂർവസഖം സസ്മാര തേന യജ്ഞേ യേ ഹതാഹ, അവനാൽ യജ്ഞത്തിൽ കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട ഹിംസിക്കപ്പെട്ട, തേന യജ്ഞേ യേ ഹതാഹ, അവനാൽ യജ്ഞത്തിൽ ഹനിക്കപ്പെട്ട പശവസ്തേ, ആ പശുക്കൾ, കൊല്ലപ്പെട്ട മൃഗങ്ങൾ, ആ കുഠാരമയേഹി, അവർ കുഠാരങ്ങളായിരിക്കുന്ന ശൃംഗൈഹി, ആ കൊമ്പുകളെ കൊണ്ട് സ്തം, അവരെ ചിച്ഛിതു, ആ പുരഞ്ജരനെ ചിച്ഛിതു, ഛേദിച്ചു എന്നർത്ഥം, കുത്തിക്കീറി എന്നർത്ഥം. അപ്പോൾ തേന യജ്ഞേ യേ ഹതാഹ, ആ ഇവൻ്റെ യജ്ഞത്തിൽ കൊല്ലപ്പെട്ട വധിക്കപ്പെട്ട അല്ലെങ്കിൽ ഹിംസിക്കപ്പെട്ട പശവസ്തേ പശുക്കൾ അവനെ കുഠാരമയൈഹി, ആ കുഠാരങ്ങളായിരിക്കുന്ന ശൃംഗൈഹി, ആ കൊമ്പുകൾ കൊണ്ട് സ്തം, അവനെ ചിച്ഛിതു, അവനെ ഛേദിച്ചു, അവനെ കുത്തിക്കീറി മുറിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ ആ വ്യാഖ്യാനം വന്നിട്ട് തേന യജ്ഞേ യേ ഹതാഹ പശവസ്തേ കുഠാരമയൈഹി ശൃംഗൈസ്തം ചിച്ഛിതു. അടുത്ത ശ്ലോകം നോക്കാം. അടുത്ത ശ്ലോകം 27ാമത്തെ ശ്ലോകം. 27ാമത്തെ ശ്ലോകം അനന്തപാരേ തമസി. അപ്പോൾ അതിനു മുമ്പ് അവനാൽ നിർദ്ദയം ഹിംസിക്കപ്പെട്ട യജ്ഞപശുക്കൾ പ്രതികാരേച്ഛയോടെ പുരഞ്ജരനെ കുഠാര സദൃശമായിട്ടുള്ള കൊമ്പുകൾ കൊണ്ടും മറ്റും ക്രോധത്തോടെ കുത്തിക്കീറി. അപ്പോൾ സ്വർഗകാമോ യജേത എന്നിരിക്കെ യജ്ഞഫലമായിട്ട് ഇപ്രകാരം അനർത്ഥം എങ്ങനെ വരും എന്ന് ശങ്കിക്കാം. സ്വർഗകാമം ലഭിക്കും എന്നാണ് യജ്ഞത്തിൻ്റെ ഫലം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അനർത്ഥം എങ്ങനെ വരുമെന്നാണ് ഇവിടെ ശങ്കിക്കുന്നത്. അപ്പോൾ പുരഞ്ജരൻ നടത്തിയ യാഗങ്ങൾ ഘോരങ്ങളും ഹിംസാമയങ്ങളും ആയിരുന്നുവെന്ന് ആദ്യം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫലം അനർത്ഥം എന്ന് ആ ശബരസ്വാമി മീമാംസ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. കോനർത്ഥഃ യപ്രത്യവായമായ ശ്യേനോ വജ്ര ഇഷുരിത്യേവമാദി. ശ്യേനാദികൾ ആഭിചാര സ്വഭാവമുള്ളവയാകയാൽ ശത്രുനാശം സംഭവിക്കുമെങ്കിലും അനന്തരഫലം അനർത്ഥമാണ്. അപ്പോൾ സ്വർഗപ്രാപ്തിയല്ല അതിവിടെ കാണിച്ചു തരുന്നത്. ഹിംസാത്മകങ്ങളായിരിക്കുന്ന അനേകം യജ്ഞങ്ങൾ നടത്തിയ പ്രാചീന ബർഹിസിൻ്റെ വരവും കാത്ത് ആ സാധുമൃഗങ്ങൾ അദ്ദേഹത്തെ കുത്തിക്കീറുവാൻ ഒരുങ്ങി നിൽക്കുന്നതായിട്ട് ജ്ഞാനദൃഷ്ടിയിലൂടെ ദർശിപ്പിച്ചതായിട്ട് ആദ്യം പറഞ്ഞു. അപ്പോൾ പുരഞ്ജരന് അപ്രകാരമുള്ള അനുഭവം തന്നെ ഉണ്ടായി എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്രകാരമുള്ള അനുഭവം തന്നെ ഉണ്ടായി എന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ പ്രാചീന ബർഹിസിനെ നാരദൻ ഭയപ്പെടുത്തുകയല്ല, മറിച്ച് ആ പശ്ചാത്താപത്തിന് അവസരം നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ യജ്ഞത്തിൽ ഹനിക്കപ്പെട്ട പശുക്കൾ ഇപ്രകാരം പുരഞ്ജരൻ്റെ യാതനാദേഹത്തെ കുത്തിപ്പിളർന്നുവെന്ന് പ്രാചീന ബർഹിസിനെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടി ആണോ കഥാഗതി തന്നെ ഇപ്രകാരം രൂപപ്പെടുത്തിയതെന്ന് ചിന്തിച്ചാൽ തെറ്റില്ല. അപ്പോൾ സപ്ഞപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞഹിംസ എന്നാണ് അതിൻ്റെ അർത്ഥം. സപ്ഞപ്താഹ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം.
അനന്തപാരേ തമസി മഗ്നോ നഷ്ടസ്മൃതി സമാ ശാശ്വതീരനുഭൂയാർത്തിം പ്രമദാസംഗദൂഷിതഃ. അനന്തപാരേ തമസി മഗ്നോ നഷ്ടസ്മൃതി സമാ ശാശ്വതീരനുഭൂയാർത്തിം പ്രമദാസംഗദൂഷിതഃ. അപ്പോൾ പ്രജ്ഞ നശിച്ചിട്ട് ആ സ്ത്രീയിൽ ആസക്തനാവുകയാൽ ആ ദുഷിച്ച അവൻ അനേകം വർഷങ്ങൾ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ട് ആ മറുകര കാണാത്ത അജ്ഞാനാന്ധകാരത്തിൽ മുഴുകിയവനായി എന്നുള്ളതാണ് പറയുന്നത്. എങ്ങനെ ഈ അജ്ഞാനം വന്നത്? ഈ വിഷയചിന്തകളിൽ മുഴുകിയിട്ട് ആ ഭഗവാനെ മറന്നതുകൊണ്ട് ഈ അജ്ഞാനാന്ധകാരത്തിൽ മുഴുകി. എന്താണ് വിഷയങ്ങൾ? ആ മനസ്സുകൊണ്ട് ആ സ്ത്രീയിലും ആ സംസാരത്തിലും കാമിച്ചതുകൊണ്ട്. അനന്തപാരേ തമസി, മറുകര കാണാത്ത തമസി അജ്ഞാനാന്ധകാരത്തിലെ മഗ്നോ മുഴുകിയവനായിട്ട് നഷ്ടസ്മൃതി പ്രജ്ഞയൊക്കെ നശിച്ച് പ്രമദാസംഗദൂഷിതാഹ ആ സ്ത്രീയിൽ ആസക്തനാവുകയാൽ ദുഷിച്ച അവൻ ശാശ്വതീരനുഭൂയാർത്തിം അനേകം വർഷങ്ങൾ ക്ലേശങ്ങൾ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ട് ആ മറുകര കാണാത്ത ആ അജ്ഞാനാന്ധകാരത്തിൽ മുഴുകിയവനായി തീർന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നഷ്ടസ്മൃതി പ്രജ്ഞാശക്തി നശിച്ചെന്നർത്ഥം. പ്രജ്ഞാശക്തി നശിച്ച് പ്രമദാസംഗദൂഷിത സ്ത്രീയിൽ ആസക്തനാവുകയാൽ ദുഷിച്ച അവൻ ശാശ്വതീഹി അനേകം സമാഹ വർഷങ്ങൾ അനേകം വർഷങ്ങൾ ആർത്തിം ക്ലേശങ്ങൾ അനുഭവിച്ച് അനന്തപാരേ മറുകര കാണാത്ത തമസി അജ്ഞാനാന്ധകാരത്തിൽ മഗ്നഃ മുഴുകിയവനായി. ഒന്നുകൂടി പറയാം. നഷ്ടസ്മൃതി പ്രജ്ഞ നശിച്ച് പ്രമദാസംഗദൂഷിത സ്ത്രീയിൽ ആസക്തനാവുകയാൽ ദുഷിച്ച അവൻ ശാശ്വതീഹി അനേകം സമാഹ വർഷങ്ങൾ ആർത്തിഹി ക്ലേശങ്ങൾ അനുഭവിച്ച് അനന്തപാരേ മറുകര കാണാതെ തമസി അജ്ഞാനാന്ധകാരത്തിൽ മഗ്നഃ മുഴുകിയവനായി. നഷ്ടസ്മൃതി പ്രമദാസംഗദൂഷിത ശാശ്വതീ സമാ ആർത്തിം അനുഭൂയ അനന്തപാരേ തമസി മഗ്നഃ. എന്നുകൂടി പറയാം. നഷ്ടസ്മൃതി പ്രമദാസംഗദൂഷിത ശാശ്വതീ സമാ ആർത്തിം അനുഭൂയ അനന്തപാരേ തമസി മഗ്നഃ. അപ്പോൾ ആ പ്രജ്ഞ നശിച്ച് ആ സ്ത്രീയിൽ ആസക്തനാവുകയാൽ ദുഷിച്ച അവൻ അനേകം വർഷങ്ങളെ ക്ലേശങ്ങൾ അനുഭവിച്ച് ആ മറുകര കാണാത്ത ആ അജ്ഞാനാന്ധകാരത്തിൽ മുഴുകിയവനായി. ആണ് നഷ്ടസ്മൃതി പ്രമദാസംഗദൂഷിത ശാശ്വതീ സമാ ആർത്തിം അനുഭൂയ അനന്തപാരേ തമസി മഗ്നഃ എന്ന് പറയാനുള്ള കാര്യം. അപ്പോൾ ഒരു സുന്ദരിയിൽ അത്യാസക്തനായതിൻ്റെ ഫലമായിട്ട് ആ പുരഞ്ജനൻ മറുകര കാണാത്ത അജ്ഞാനാന്ധകാരത്തിൽ പതിച്ചു. എണ്ണിയാൽ തീരാത്തത്ര കാലം അവിടെ കിടന്ന് നരകിച്ചു. ജീവിതകാലത്ത് അപ്പോഴും അവളെ തന്നെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് ആ പുരഞ്ജനൻ വിദർഭ രാജാവിൻ്റെ രാജധാനിയിൽ ഒരു ഉത്തമ സ്ത്രീയായിട്ട് പുനർജന്മം പ്രാപിച്ചു. അങ്ങനെ ആ പുരഞ്ജനൻ എന്ത് ചെയ്തു? അജ്ഞാനാന്ധകാരത്തിൽ പതിച്ചു. എന്നിട്ട് പിന്നെ പറയണത് താമേവ മനസാ ഗൃഹ്ണൻ ആ സ്ത്രീയെ തന്നെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ബഭൂവ പ്രമദോത്തമ അനന്തരം പിന്നീട് ചിന്തിച്ചവനാകയാൽ അനന്തരം വിദർഭസ്യ ആ വിദർഭയിലുള്ള ആ കൊട്ടാരത്തിലെ രാജസിംഹസ്യ ആ രാജവര്യനായിരിക്കുന്ന വിദർഭ രാജാവിൻ്റെ കൊട്ടാരത്തിലെ ഒരു ഉത്തമ സ്ത്രീയായിട്ട് രാജസിംഹസ്യ വേശ്മനി ഉത്തമ സ്ത്രീയായിട്ട് പ്രമദോത്തമ ഉത്തമ സ്ത്രീയായിട്ട് അവിടെ ആ പുരഞ്ജനൻ ജനിച്ചു. ഒരു സ്ത്രീയായിട്ട് ജനിച്ചു എന്നർത്ഥം. അങ്ങനെ ഒരു സ്ത്രീയെ ചിന്തിച്ച് അവസാനം ആ പുരഞ്ജനൻ വീണ്ടും ഒരു സ്ത്രീയുടെ ജന്മമെടുത്തു. മനസ്സുകൊണ്ട് താം ഏവ അവളെ തന്നെ ഗൃഹ്ണൻ ചിന്തിച്ചവനാകയാൽ. അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പ്രജ്ഞ നശിച്ച് ഒരു സ്ത്രീയിൽ പ്രജ്ഞ നശിച്ച് ആ സ്ത്രീയിൽ
ആസക്തനാവുകയാൽ ദുഷിച്ച അവൻ അനേകം വർഷങ്ങൾ ആ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ട് മറുകര കാണാത്ത അജ്ഞാനാന്ധകാരത്തിൽ മുഴുകിയവനായി. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീ സംഘത്താൽ ദുഷിച്ച അയാൾ ദേശകാല പരിച്ഛേദമില്ലാത്ത ഇരുളിലാണ്ട് സ്വരൂപത്തെ പറ്റി തീരെ ബോധമില്ലാതെ അനേക വത്സരം ദുഃഖമനുഭവിച്ച് അവളെ തന്നെ മരണസമയത്ത് സ്മരിച്ച് ആണ് മരിച്ചത്. അതുകൊണ്ട് സ്മരിച്ചതുകൊണ്ട് ആ വിദർഭ രാജ്യത്തിലെ രാജാവിൻ്റെ ഗൃഹത്തിൽ ഒരു ഉത്തമ സ്ത്രീയായിട്ട് ജനിച്ചു എന്നുള്ള അടുത്ത ശ്ലോകം കൊണ്ട് പറയേണ്ട. ഈ ശ്ലോകത്തെ 27ാമത്തെ ശ്ലോകം 27ാമത്തെ ശ്ലോകത്തിൽ കൊണ്ട് പറയുന്നത് ആ കാരുണ്യമില്ലാത്ത ആ അവിഹിത കാമ്യകർമ്മങ്ങളിൽ അവനാൽ ഹനിക്കപ്പെട്ട ആ യാഗപശുക്കൾ അവൻ ചെയ്ത ഘോരകർമ്മങ്ങളെ ഓർത്ത് കോപിച്ചവരായിട്ട് മാർഗത്തിൽ അവനെ അവയുടെ മൂർച്ചയുള്ള നഖദന്ത് വിഷാണ ആയുധങ്ങൾ കൊണ്ട് മാന്തിയും കടിച്ചും കുത്തിയും മുറിവേൽപ്പിച്ചു എന്ന് പറഞ്ഞു. അവസാനം കാണാത്ത വിധം അത്ര ദുരന്തമായ ആ അന്ധകാരത്തിൽ അജ്ഞാനാന്ധകാരത്തിൽ പ്രവേശിച്ചതുകൊണ്ടും സ്ത്രീ സംഘം നിമിത്തം മതി ദുഷിച്ചതുകൊണ്ടും ആ സഖാവിനെ ഓർക്കാത്തവനായതിനാൽ ആ ബഹുവത്സരകാലം ആ മഹാദുഃഖം അനുഭവിച്ചു. അപ്പോഴും ആ പത്നി സ്മൃതി അല്ലാതെ നിരന്തരം ആ സ്ത്രീരൂപ ചിന്തയുടെ ഫലമായിട്ട് രാജശ്രേഷ്ഠനായിരിക്കുന്ന വിദർഭൻ്റെ രാജധാനിയിൽ ഒരു ഉത്തമ സ്ത്രീയായി ജനിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതാണ് ഇവിടെ അടുത്ത ശ്ലോകത്തിൽ താമേവ മനസാ ഗൃഹൻ ബഭൂവ പ്രമദോത്തമ അനന്തരം വിദർഭസ്യ രാജസിംഹസ്യ വേശ്മനി മനസ്സുകൊണ്ട് താം ഏവ അവളെ തന്നെ ഗൃഹൻ ചിന്തിച്ചവനാകയാൽ അനന്തരം പിന്നീട് രാജസിംഹസ്യ രാജവര്യനായിരിക്കുന്ന വിദർഭൻ്റെ വേശ്മനി കൊട്ടാരത്തിൽ പ്രമദോത്തമ ഉത്തമ സ്ത്രീയായിട്ട് ബഭുവ ഉണ്ടായി. മനസാ താം ഏവ ഗൃഹൻ അനന്തരം രാജസിംഹസ്യ വിദർഭസ്യ വേശ്മനി പ്രമദോത്തമ ബഭൂവ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അന്വയം വരണം. മനസാ താം ഏവ ഗൃഹൻ അനന്തരം രാജസിംഹസ്യ വിദർഭസ്യ വേശ്മനി പ്രമദോത്തമ ബഭൂവ. അപ്പോൾ ഇവിടെ വ്യാഖ്യാനത്തിൽ വരണ നമുക്ക് നോക്കാം. സ്ത്രീസംഗാദൂഷിത സ്ത്രീസംഗദൂഷിത സ്ത്രീസംഗത്താൽ ദുഷിക്കപ്പെട്ട് ശാശ്വതീ സമാ അനേക വർഷക്കാലം സമാഹ അനന്തപാരേ തമസി അനന്തം ആയിരിക്കുന്ന ആ ജ്ഞാനത്തിലെ മഗ്നോ ദുഃഖമനുഭൂയ അനന്ത ആയിരിക്കുന്ന ആ സംസാര സാഗരത്തിലെ അജ്ഞാനത്തിലെ മഗ്നനായിട്ട് ദുഃഖത്തെ അനുഭവിച്ചു. താമേവ മനസ അവളെ തന്നെ മനസ്സുകൊണ്ട് ധ്യാനിച്ചിരിക്കൊണ്ട് പശ്ചാത് പിന്നീട് വിദർഭാരാജസ്യ കന്യ വിദർഭരാജ്യത്തിലെ കന്യയായിട്ട് ആ രാജാവിൻ്റെ കന്യയായിട്ട് ബഭുവ അവിടെ ജനിച്ചു. അപ്പോൾ ഒന്നും കൂടി പറയാം. സ്ത്രീസംഗദൂഷിത പുരഞ്ജനൻ ആ സ്ത്രീസംഘം കൊണ്ട് ദൂഷിതനായിട്ട് ശാശ്വതീ സമ അനേക വർഷകാലം അനന്തപാരെ അനന്തമായിരിക്കുന്ന തമസി ആ ജ്ഞാനത്തിൽ മഗ്നനായിട്ട് അനന്തപാരെ തമസി മഗ്നോ ദുഃഖം അനുഭൂയ അങ്ങനെ ആ തമസിലെ മഗ്നനായിട്ട് ദുഃഖത്തെ അനുഭവിച്ചു. താമേവ മനസാധ്യായൻ അവളെ തന്നെ ആ മനസ്സുകൊണ്ട് ധ്യാനിച്ചിരുന്ന കാരണം പശ്ചാൽ പിന്നീട് വിദർഭരാജ്യത്തിലെ കന്യയായിട്ട് പിറന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാ വ്യാഖ്യാനം. സ്ത്രീസംഗദൂഷിത ശാശ്വതീ സമാ അനന്തപാരേ തമസി മഗ്നോ ദുഃഖമനുഭൂയ താമേവ മനസാ ധ്യായൻ പശ്ചാത് വിദർഭരാജസ്യ കന്യാ ബഭൂവ.
അതാണ് അപ്പോൾ 27-ാമത്തെയും 28-ാമത്തെയും ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒരു സുന്ദരിയിൽ അത്യാസക്തനായതിൻ്റെ ഫലമായിട്ട് ആ പുരഞ്ജനൻ മറുകര കാണാത്ത അജ്ഞാനാന്ധകാരത്തിൽ പതിച്ച് എണ്ണിയാൽ തീരാത്തത്ര കാലം അവിടെ കിടന്ന് നരകിച്ചു. ജീവിതകാലത്ത് അപ്പോഴും അവളെ തന്നെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് പുരഞ്ജനൻ വിദർഭ രാജാവിൻ്റെ രാജധാനിയിൽ ഒരു ഉത്തമ സ്ത്രീയായിട്ട് പുനർജന്മം പ്രാപിക്കുകയും ചെയ്തു. ഇവിടം മുതൽ പുരഞ്ജനൻ്റെ സ്ത്രീയായിട്ടുള്ള ആ പുരഞ്ജന പ്രാപ്തിയുടെ വർണ്ണനയാണ് ഇനി പറയുന്നത്. അപ്പോൾ അന്ത്യകാലത്തെ ചിന്തയാണ് പുനർജന്മത്തെ രൂപപ്പെടുത്തുന്നത് എന്ന തത്വപ്രകാരം ആ പുരഞ്ജനൻ സ്ത്രീയായിട്ട് ജനിച്ചു. അപ്പോൾ വിദർഭൻ എന്ന ധാർമ്മികൻ പതിവ്രത സ്മരണ കൊണ്ടാണ് ആ ധാർമ്മികനായിരിക്കുന്ന ഒരാളുടെ പുത്രിയായിട്ട് ജനിച്ചത്. പതിവ്രതാസ്മരണ കൊണ്ടാണ് ധാർമ്മികനായിരിക്കുന്ന ഒരാളുടെ പുത്രിയായി ജനിച്ചത്. അത്രത്തോളം ധർമ്മബുദ്ധി വന്നതിൻ്റെ അനന്തരഫലങ്ങൾ ശ്രേയസ്കരങ്ങളായിട്ട് ഇരുത്തിയിരുന്നു എന്നുള്ള തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണിക്കണം. മരണകാലത്തെ സങ്കല്പമാണ് പുനർജന്മത്തിന് രൂപകൽപ്പന ചെയ്യുന്നത് എന്നതിന് ശ്രുതിപ്രമാണം ഉണ്ട്. യച്ചിത്തസ്തേനൈഷ പ്രാണമായാതി പ്രാണസ്തേജസായുക്ത സഹ ആത്മനാ യഥാ സങ്കൽപ്പിതം ലോകം നയതി എന്ന് പറയുന്നുണ്ട്. യച്ചിത്തസ്തേനൈഷ പ്രാണമായാതി, പ്രാണൻ പോകുമ്പോൾ ആ ചിത്തത്തിൽ പ്രാണസ്തേജസായുക്ത, ആ തേജസ്സിനാൽ യുക്തനായിരിക്കുന്ന പ്രാണൻ സഹ ആത്മന, ആ ജീവനോട് കൂടിയിട്ട് യഥാ സങ്കൽപ്പിക്കുന്ന ലോകം, ആ ലോകത്തിലേക്ക് നയിക്കപ്പെടുന്നു. മരണസമയത്ത് ഉണ്ടാകുന്ന മനസ്സോടുകൂടി ജീവൻ ആ മുഖ്യ പ്രാണവൃത്തിയെ ആശ്രയിക്കുകയും ആ ഉദാന രൂപത്തിലുള്ള ജീവനെ ദേഹത്തിൽ നിന്ന് വേർപെടുത്തി സങ്കല്പാനുസാരേണയുള്ള ആ ശരീരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. ഒന്നും കൂടി പറയാം. മരണസമയത്ത് ഉണ്ടാകുന്ന മനസ്സോടുകൂടി ആ ജീവൻ മുഖ്യ പ്രാണവൃത്തിയെ ആശ്രയിക്കുകയും ആ ഉദാന രൂപത്തിൽ ജീവനെ ദേഹത്തിൽ നിന്നും വേർപെടുത്തി സങ്കല്പാനുസാരേണയുള്ള ശരീരത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോൾ പ്രയാണാതത്രാഭിഹി ദൃഷ്ടം എന്ന വേദാന്ത സൂത്രത്തിൽ ഭാഷ്യത്തിൽ ആ സ്മരണയാണ് പുനർജന്മത്തിന് രൂപം കൊടുക്കുന്നത്. പ്രയാണാതത്രാഭിഹി ദൃഷ്ടം, ആ പുനർജന്മത്തിന് രൂപം കൊടുക്കുന്നത് ആ അന്ത്യകാലത്തെ സ്മരണയാണ് എന്ന് കാണാം. കർമാണ്യഭിഹി ജന്മാന്തരോപഭോഗ്യം ഫലമാരഭമാണാനി തദനുരൂപം ഭാവനാവിജ്ഞാനം ഏവ അവക്രാമതി എന്നുകൂടി പറയാം. കർമാണ്യഭി ജന്മാന്തരോപഭോഗ്യം ഫലമാരഭമാണാനി തദനുരൂപം ഭാവനാവിജ്ഞാനമേവാന്വക്രമതി. ആചാര്യഭാഷ്യത്തിൽ പറയുന്നുണ്ട്, യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം. ഗീതയിലൊക്കെ പറയുന്നുണ്ട്, തമേവ ഇതി കൗന്ദേയ സദാ തത് ഭാവഭാവിത. ഭാരതത്തിൽ പറയുന്നുണ്ട്, മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭഗവത് വാക്യം കൊണ്ട് തന്നെ പറയുന്നുണ്ട്, യം വാപി സ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തമേവ ഇതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. ആ സ്ത്രീയെ തന്നെ ചിന്തിച്ച് മരിച്ച പുരഞ്ജനൻ അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിക്കാൻ ഇതാണ് കാരണം. അപ്പോൾ കർമ്മവും സംസ്കാരവുമാണ് പുനർജന്മ ഹേതു. ആ പുനർജന്മത്തിലേത് വീണ്ടും ജന്മങ്ങൾക്ക് കാരണമായി തീരണു. സ്ഥൂലാനി സൂക്ഷ്മാണി ബഹൂനി ചൈവ രൂപാണി ദേഹി സഗുണൈർ വൃണോതി ക്രിയാഗുണൈരാത്മഗുണൈശ്ച തേഷാം സംയോഗഹേതൂർ അപരോപി ദൃഷ്ട. ശ്വേതാശ്വേതത്തിൽ പറയുന്നു, ആത്മാവ് സ്ത്രീയോ പുരുഷനോ നപുംസകമോ അല്ലാത്തതിനാൽ സ്വീകരിക്കുന്ന ആ ശരീരത്തോട് താദാത്മ്യം പ്രാപിക്കുന്നു. ഏത് ശരീരത്തോടാണ് അത്, ശരീരത്തിനെയാണോ അത് സ്വീകരിക്കുന്നത്, ആ ശരീരത്തോട് താദാത്മ്യം പ്രാപിക്കുന്നു. നൈവ സ്ത്രീ നപുമാനേഷ ന ജൈവായം നപുംസകഃ യദ്യത് ശരീരം ആദത്ത തേന സ യുജ്യതേ സ.
ആ പുരഞ്ജനൻ പുനർജന്മത്തിൽ ലഭിച്ച സ്ത്രീ ശരീരത്തോട് താതാത്മ്യം പ്രാപിച്ചതാണ്. അപ്പോൾ വിദർഭയാണ് രാജകന്യകമാർക്ക് പ്രസിദ്ധി പെറ്റ രാജ്യം. രുക്മിണി, ദമയന്തി, ഇന്ദുമതി അജൻ്റെ പത്നി, അഗസ്ത്യപത്നി, ലോപാമുദ്ര, പത്മാവതി, ഉഗ്രസേനൻ്റെ പത്നി, ഇതൊക്കെ പത്മപുരാണത്തിലൊക്കെ പറയുന്നുണ്ട്. പുരഞ്ജനൻ്റെ ഇവിടെ പറഞ്ഞ ആ സ്ത്രീജന്മം ഇങ്ങനെ ആ വൈദർഭിമാർ ഏറ്റവും പുരാണ പ്രസിദ്ധങ്ങളായിരിക്കുന്ന രാജകന്യകമാരായിരുന്നു. 2ാം സ്ഥാനം കാശി രാജ്യത്തിന് എന്ന് അനുമാനിക്കാം. ഇപ്പോൾ ആ വിദർഭ എന്നുള്ള സ്ഥലത്താണ് അങ്ങനെയുള്ള വലിയ വലിയ രാജകന്യകമാർ ഉണ്ടായിരുന്നത്. ആരൊക്കെ പ്രസിദ്ധി പെറ്റ സ്ഥലം, അവരുടെ കഥകളൊക്കെ രുക്മിണി, ദമയന്തി, ഇന്ദുമതി. ഇന്ദുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജൻ്റെ പത്നി, അഗസ്ത്യപത്നിയായിട്ടുള്ള ലോപാമുദ്ര, പത്മാവതി, ഉഗ്രസേനൻ്റെ പത്നി. പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. പുരഞ്ജനൻ ആണ് പിന്നെ അവിടെ ഇപ്പം പുരഞ്ജനൻ്റെ സ്ത്രീജന്മം ആണ് പിന്നെ ഉണ്ടായത് ആ വിദർഭയിലാണ്. അപ്പോൾ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ഉപയേമേ വീര്യപണാം വൈദർഭീം മലയധ്വജ യുധി നിർജിത്യരാജന്യാൻ പാണ്ഡ്യ പരപുരഞ്ജയ. ഉപയേമേ വീര്യപണാം വൈദർഭീം മലയധ്വജ യുധി നിർജിത്യരാജന്യാൻ പാണ്ഡ്യ പരപുരഞ്ജയ. ആ ശത്രുരാജ്യങ്ങൾ പിടിച്ചടക്കാൻ മിടുക്കനായിരിക്കണ മലയധ്വജൻ എന്ന ആ പാണ്ഡ്യരാജാവ് ആ രാജാക്കന്മാരെ എല്ലാം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ആ വീരശൂൽക്കമായിരിക്കുന്ന ആ വിദർഭ രാജകുമാരിയെ വിവാഹം ചെയ്തു. പരപുരഞ്ജയ എന്ന ശത്രുരാജ്യങ്ങൾ പിടിച്ചടക്കാൻ മിടുക്കനായിരിക്കുന്ന മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് ആ രാജാക്കന്മാരെയെല്ലാം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതിന് ശേഷം ആ വീരശൂൽക്കമായിരിക്കുന്ന ആ വിദർഭ രാജകുമാരിയെ വിവാഹം കഴിച്ചു. ഉപയേമേ വീര്യപണാം. വിവാഹം കഴിച്ചു എന്നർത്ഥം. വീര്യപണം, വീരശുൽക്കം, ആ വീര്യത്തിന് പ്രതിഫലമായിട്ട് ആ വൈദർഭ രാജകുമാരിയായിരിക്കുന്ന ആ പുരഞ്ജനിയെ വിവാഹം കഴിച്ചു. മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ്. ആ മറ്റുള്ള ശത്രുരാജ്യങ്ങളെല്ലാം വൈദർഭീം മലയധ്വജ, ആ വൈദർഭിയെ മലയധ്വജൻ കല്യാണം കഴിച്ചു. യുധി നിർജിത്യ, യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് രാജന്യാൻ പാണ്ഡ്യ, ആ പാണ്ഡ്യ രാജാവ് ആ രാജപുത്രിയെ അതിന് പകരമായിട്ട് വിവാഹം കഴിച്ചു. പരപുരഞ്ജയ, ശത്രുരാജ്യങ്ങൾ പിടിച്ചടക്കാൻ മിടുക്കനായിരിക്കുന്ന മലയധ്വജ, മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് രാജന്യാൻ, രാജാക്കന്മാരെയെല്ലാം യുദ്ധത്തിൽ നിർജിത്യ, പരാജയപ്പെടുത്തിയിട്ട് വീര്യപണാം, വീരശൂൽക്കമായിരിക്കുന്ന വൈദർഭീം, വിദർഭ രാജകുമാരിയെ ഉപയേമേ, വിവാഹം കഴിച്ചു. എന്നുകൂടി പറയാം. പരപുരഞ്ജയ, ശത്രുരാജ്യങ്ങൾ പിടിച്ചടക്കാൻ മിടുക്കനായിരിക്കുന്ന മലയധ്വജ, മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് രാജന്യാൻ, രാജാക്കന്മാരെയെല്ലാം യുദ്ധത്തിൽ നിർജിത്യ, പരാജയപ്പെടുത്തിയിട്ട് വീര്യപണാം, വീരശുൽക്കമായിരിക്കുന്ന വൈദർഭീം, വിദർഭ രാജകുമാരിയെ ഉപയേമേ, വിവാഹം കഴിച്ചു. അപ്പോൾ അതിലത്തെ അന്വയം വന്നിട്ട് പരപുരഞ്ജയ മലയധ്വജ പാണ്ഡ്യ രാജന്യാൻ യുധി നിർജിത്യ വീര്യപണാം വൈദർഭീം ഉപയേമേ. പരപുരഞ്ജയ മലയധ്വജ പാണ്ഡ്യ രാജന്യാൻ യുധി നിർജിത്യ വീര്യപണാം വൈദർഭീം ഉപയേമേ. ശത്രുരാജ്യങ്ങൾ പിടിച്ചടക്കാൻ മിടുക്കനായിരിക്കുന്ന മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് രാജാക്കന്മാരെയെല്ലാം യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയിട്ട് ആ വീരശുൽക്കമായിരിക്കുന്ന വിദർഭ രാജകുമാരിയെ വിവാഹം കഴിച്ചു. ഒന്നും കൂടി പറയാൻ അന്വയം. പരപുരഞ്ജയ മലയധ്വജ പാണ്ഡ്യ രാജന്യാൻ യുധി നിർജിത്യ, രാജാക്കന്മാരെയെല്ലാം തോൽപ്പിച്ചിട്ട് എന്നർത്ഥം. വീര്യപണാം വൈദർഭീം ഉപയേമേ. ആ പണം എന്നാൽ ആ ആസുരാദി വിവാഹാദികളിൽ
കന്യകയുടെ രക്ഷിതാക്കന്മാർക്ക് നൽകേണ്ടതായിരിക്കുന്ന മൂല്യം, സ്ത്രീധനം, കന്യാശുൽക്കം എന്നൊക്കെ അതിന് പറയും. ഇവിടെ രാക്ഷസ വിധി പ്രകാരമാണ് വിവാഹം. പരാക്രമം കൊണ്ട് കന്യകയെ ഇച്ഛിച്ചു വന്നവരെ പരാജയപ്പെടുത്തി എന്ന് ആണ് വീര്യപണം എന്നതിൻ്റെ ഭാവാർത്ഥം വരുന്നത്. രാക്ഷസോ യുദ്ധഹരണാത് എന്ന് സ്മൃതി, പ്രസഹ്യാദാനാത് രാക്ഷസ. അപ്പോൾ മലയപർവ്വതം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ദക്ഷിണ ദേശത്താണ്. അപ്പോൾ ദക്ഷിണാത്യർ വിഷ്ണുഭക്തന്മാരാണ്. മലയപർവ്വതം എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ദക്ഷിണ ദേശത്തിലാണ്. ആ ദക്ഷിണാത്യർ, ദക്ഷിണദേശത്തിലുള്ള ആൾക്കാർ വിഷ്ണുഭക്തന്മാരാണെന്ന് ആ ശ്രീധരാചാര്യസ്വാമികൾ സമർത്ഥിക്കുകയാണ്. ധ്വജ ശബ്ദം, അതാണ് അതിൻ്റെ അർത്ഥം. ശ്രേഷ്ഠം എന്നർത്ഥം എന്ന് വരുന്ന ശബ്ദമാണ്. കൊടിമരം പോലെ ഉന്നതമായതെന്നർത്ഥം. പണ്ട എന്നാൽ ആ നിശ്ചയബുദ്ധി ഉള്ളത്, അതുള്ളവൻ പാണ്ഡ്യൻ. പണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിശ്ചയബുദ്ധിയുള്ളവൻ പാണ്ഡ്യൻ. പണ്ട എന്ന പദത്തിന് ജ്ഞാനം എന്നും അർത്ഥമുണ്ട്, പഠിപ്പ് എന്ന അർത്ഥമുണ്ട്, വിദ്യ എന്നീ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിഘണ്ടുക്കൾ, ഇതൊക്കെ നിഘണ്ടുക്കളിൽ കാണാം. പരപുരഞ്ജയ എന്നതിന് പുരഞ്ജനനുമായിട്ട് ശബ്ദ സാമ്യം ഉണ്ട്. അതിനാൽ ഇദ്ദേഹം സ്ത്രീത്വം പ്രാപിച്ച പുരഞ്ജനൻ തന്നെയാണെന്ന് വ്യംഗ്യം. അപ്പോൾ പുരഞ്ജനന് ഈ ജന്മത്തിൽ ഒരു ഭാഗവതത്വനുമായിട്ട് സംഘം ഉണ്ടായെന്ന് ആധ്യാത്മികമായിട്ടുള്ള വശം ഇവിടെ വരുന്നു. അപ്പോൾ ആ പുരഞ്ജനി ആയിട്ടുള്ള ആ സംയോഗം നിമിത്തം വിഷ്ണുഭക്തൻ, മലയധ്വജൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുഭക്തന്മാരിൽ ശ്രേഷ്ഠനായിട്ടുള്ള ഒരാളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിഷ്ണുഭക്തന്മാരുമായിട്ട് ബന്ധം വരുന്നു എന്നുള്ളത് അവിടെ വരുന്നു. മലയപർവ്വതം ആ ഭാരതത്തിൻ്റെ ദക്ഷിണദേശത്താണ്. ദക്ഷിണാത്യർ വിഷ്ണുഭക്തന്മാരാണ്. അപ്പോൾ പാണ്ഡ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട, ജ്ഞാനം, അറിവ്, വിദ്യ, പഠിപ്പ് എന്നൊക്കെ ഉണ്ട് അർത്ഥം. അപ്പോൾ ആ രാജാവ് വളരെയധികം ജ്ഞാനിയും വിദ്യയുള്ള ആളും പഠിപ്പുള്ള ആളുമൊക്കെ ആണെന്നാണ് അർത്ഥം. അതുപോലെ വിഷ്ണുഭക്തനുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പാണ്ഡ്യൻ ആണ് ഈ പുരഞ്ജനിയെ കല്യാണം കഴിച്ച്. പരപുരഞ്ജയ എന്ന ആ ശത്രു രാജ്യങ്ങൾ കീഴടക്കിയിട്ട് ആ പുരഞ്ജനിയെ, അങ്ങനെ ആ ഭാഗവതോത്തമനുമായിട്ട് ആ പുരഞ്ജനന് അവിടെ ബന്ധം ഉണ്ടാവുകയാണ് അടുത്ത ജന്മത്തിൽ. അതാണ് ഇവിടെ ഉപയേമേ വീര്യപണാം വൈദർഭീം മലയധ്വജാം യുധി നിർജിത്യ രാജന്യാൻ പാണ്ഡ്യാഹ പരപുരഞ്ജയ പറയാനുള്ള കാരണം. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വന്നിട്ട് പാണ്ഡ്യരാജാവും ശത്രുക്കളുടെ പുരങ്ങൾ ജയിക്കാൻ ശക്തനുമായിരിക്കുന്ന മലയധ്വജൻ എന്ന രാജാവ് മറ്റു രാജാക്കന്മാരെ യുദ്ധത്തിൽ ജയിച്ച് വീര്യമൂല്യമായിരിക്കുന്ന ആ വിദർഭ രാജപുത്രിയെ വിവാഹം ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവസാനം കാണാത്ത വിധം അത്ര ദുരന്തമായിരിക്കുന്ന അന്ധകാരത്തിൽ പ്രവേശിച്ചതുകൊണ്ടും സ്ത്രീസംഘം നിമിത്തം മതി ദുഷിച്ചതുകൊണ്ടും സഖാവിനെ ഓർക്കാത്തവനായതിനാൽ ബഹുവത്സരകാലം മഹാദുഃഖം അനുഭവിച്ച് അപ്പോഴും പത്നി സ്മൃതി അല്ലാതെ നിരന്തരം സ്ത്രീരൂപചിന്തയുടെ ഫലമായിട്ട് രാജശ്രേഷ്ഠനായിരിക്കുന്ന വിദർഭൻ്റെ രാജനാരിയിൽ ആ പുരഞ്ജനൻ ഒരു ഉത്തമ സ്ത്രീയായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു. അതിനുശേഷം യമദൂതന്മാരാൽ നയിക്കപ്പെടുന്ന ആ ജീവൻ കർമാനുസരണം ആ സ്വർഗനരക ലോകങ്ങളിൽ വസിച്ചതിൽ പിന്നെ ആ പൂർവ്വദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്മൃതിയെ അനുസരിച്ച് പുരുഷനോ സ്ത്രീയോ ആയിട്ട് ജനിക്കും. അപ്പോൾ ഈശ്വരസ്മൃതിയോടുകൂടെ ശരീരത്തെ ഉപേക്ഷിച്ചിരുന്നാൽ ജന്മമരണക്ലേശങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് ഈശ്വരഭാവത്തെ പ്രാപിക്കും. ലോകത്തിൽ മറ്റു രാജാക്കന്മാരെ യജ്ഞത്തിൽ ജയിപ്പാനുള്ള പരാക്രമം തികഞ്ഞിരിക്കുന്ന വീരനായിരിക്കുന്ന രാജാവിന് മാത്രമേ തൻ്റെ പുത്രിയെ കല്യാണം കഴിച്ചു കൊടുക്കുകയുള്ളൂ എന്ന് വിദർഭ രാജാവ് നിശ്ചയിച്ചു. അപ്പോൾ ശത്രുക്കളെ ജയിപ്പാൻ സമർത്ഥനും പണ്ട എന്ന ദേശത്തിൻ്റെ അധിപനും ആയിരിക്കുന്ന മലയധ്വജൻ യുദ്ധത്തിൽ അന്യരാജാക്കന്മാരെ ജയിച്ച ശേഷം വൈദർഭിയെ വിവാഹം ചെയ്തു. അപ്പോൾ രജോഗുണപ്രധാനമായിരിക്കുന്ന ബുദ്ധിയോട് ചേരുന്നതിനാൽ ജീവന് ജന്മമരണാദികൾ ഉണ്ടാകുന്നതിനെ ഇതുവരെ വർണ്ണിച്ച ശേഷം
രജോ ഗുണപ്രധാനമായിട്ടുള്ള ബുദ്ധിയോടുകൂടി ചേരുന്നതിനാൽ ജീവന് അജന്മമരണാദികൾ ഉണ്ടാകും എന്നതിനെ സൂചിപ്പിച്ചിട്ട് ഇതുവരെ വർണ്ണിച്ച ശേഷം ആ സത്വഗുണപ്രധാനമായിരിക്കുന്ന ബുദ്ധിയെ ആശ്രയിക്കുന്ന ജീവൻ ആ സംസാരമുക്തനായി ഭവിക്കുന്നതിനെ ഇത് മുതൽക്കുള്ള ആ പദ്യങ്ങളാൽ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കർമ്മയോഗത്തെ വിധിപ്രകാരം അനുഷ്ഠിച്ച ശേഷം ആ രജോ ഗുണബാധയിൽ നിന്നും വിട്ടിരിക്കുന്ന ആ ജീവൻ സാത്വികമായിട്ടിരിക്കുന്ന ബുദ്ധിയെ ആശ്രയിക്കും. വൈദർഭി സാത്വിക ബുദ്ധി, മലയധ്വജൻ ഭക്തിപ്രധാനമായിരിക്കുന്ന ജീവൻ. ഭക്തിയോഗത്തിൽ പ്രവേശിപ്പാനുള്ള യോഗ്യത ജീവനുണ്ടാകുമ്പോൾ സത്വഗുണപ്രധാനനായ ആ ബുദ്ധിവൃത്തി ജീവനെ ആശ്രയിക്കും. ആ മലയധ്വജൻ വൈദർഭിയെ കല്യാണം കഴിക്കുകയാണ്. അതാണ് ഈ ശ്ലോകത്തിൽ ഇവിടെ ഈ ശ്ലോകങ്ങളുടെ ആ പരമമായിട്ടുള്ള അർത്ഥം. അപ്പം ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ വരുന്നത് നമുക്ക് നോക്കാം. താമേവ മനസാധ്യായൻ പശ്ചാൽ, അവളെ തന്നെ മനസ്സിൽ ധ്യാനിച്ചത് കൊണ്ട് വിദർഭരാജസ്യ കന്യ, വിദർഭ രാജപുത്രിയായിട്ട് ജനിച്ചു. പിന്നെ താം മലയധ്വജ പാണ്ഡ്യോ, അങ്ങനെ ആ പുരഞ്ജനി മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവിനെ യുധി രാജന്യാൻ യുദ്ധത്തിൽ സ്ത്രീധനം ആയിട്ട് വിജിത്യ പരിണിന്യേ കല്യാണം കഴിച്ചു, പരിണയം കഴിച്ചു എന്നർത്ഥം. താം മലയധ്വജ, ആ പുരഞ്ജനിയെ മലയധ്വജൻ എന്ന പാണ്ഡ്യരാജാവ് പാണ്ഡ്യോ യുധി യുദ്ധത്തിൽ രാജന്യാൻ ആ സ്ത്രീധനമായിട്ട് സമ്പത്തായിട്ട് വിജയിച്ചതിന് അതിൻ്റെ സമ്മാനമായിട്ട് അവളെ പരിണയം ചെയ്തു, കല്യാണം കഴിച്ചു. താം മലയധ്വജ പാണ്ഡ്യോ യുധി രാജന്യാൻ വിജിത്യ പരിണിന്യേ എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം. ഹരേ കൃഷ്ണ.